Good morning and welcome to the Bible Colosseum 2024 of Catholic Syro-Malabar Eparchy of Great Britain. I am Anne Rose Soli from York, Leeds region. And I'm Jeffrey Saji from Preston. We will be the hosts for today's inaugural ceremony of Bible Colosseum. Once again, welcoming each one of you to this beautiful occasion. Shall we have a round of applause to commemorate this? So, Anne, why have you decided to participate in today's Bible Colosseum? Well, Jeffrey, I can see a huge crowd here, somebody behind getting ready for the procession, but you seem so stressed. It's like a competitive mind, but apart from the competitions, there is the spirit, as the Bible Colosseum theme says, we are here to mutually encourage each other, to support each other, and to get to the right track as we are one in Christ. So you're telling me, Anne, that even if I don't win some trophies and take some trophies home to my parents who are waiting for me, that I have something that I can learn and receive from this Bible Colosseum? Yes. So, moving on to the main ceremony, let's take over the time. Let's invite all the dignitaries, including the kiddies, getting ready, and let's get up and be ready for the procession. So, today marks the 7th Bible Colosseum. The first Eparchy Bible Colosseum was held in 2017, and since then we had one every year, except 2021 due to the pandemic. We even had a virtual Bible Colosseum in 2020. It's the second time that the Leeds region is hosting, and we are eternally grateful to St. Ephraim Proposed Institute for opening their doors once again with more hearts. Sorry. പരിശുദ്ധാത്മാവേ ദാനവും ഫലങ്ങളും ഹൃത്തിലേഖനമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ ദാനവും ഫലങ്ങളും ഹൃത്തിലേഖനമേ മനസ്സിനുള്ളിൽ ശക്തിയേകും പാവനാത്മാവേ
ദൈവഭയത്തിൽ വളർന്നിടുവാൻ തിന്മയെന്നും അകറ്റിടുവാൻ ദൈവഭയത്തിൽ വളർന്നിടുവാൻ തിന്മയെന്നും അകറ്റിടുവാൻ സാത്താനെ ദൂരെ അകറ്റാൻ സാത്താനെ ദൂരെ അകറ്റാൻ പറന്നിറങ്ങൂ പറന്നിറങ്ങൂ പാവനാത്മാവേ പറന്നിറങ്ങൂ പറന്നിറങ്ങൂ പാവനാത്മാവേ നിറയാടി കവിയാൻ പറന്നിറങ്ങണമേ ലോലമാമൻ മനസ്സിനുള്ളിൽ ശക്തിയേകൂ പാവനാത്മാവേ നിറയാടി കവിയാൻ പറന്നിറങ്ങണമേ ലോലമാമൻ മനസ്സിനുള്ളിൽ ശക്തിയേകൂ നേരിലൂടെ നീങ്ങിടുവാൻ വീണിടാതെ പരീക്ഷകളിൽ നേരിലൂടെ നീങ്ങിടുവാൻ വീണിടാതെ പരീക്ഷകളിൽ ആത്മാനുഭാവം വേണം ആത്മാനുഭാവം വേണം പറന്നിറങ്ങൂ പറന്നിറങ്ങൂ പാവനാത്മാവേ പറന്നിറങ്ങൂ പറന്നിറങ്ങൂ പാവനാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ ദാനവും ഫലങ്ങളും തൃപ്തിയേകണമേ നിറയാടി കവിയാൻ പറന്നിറങ്ങണമേ ലോലമാമൻ മനസ്സിനുള്ളിൽ ശക്തിയേകൂ പാവനാത്മാവേ നിറയാടി കവിയാൻ പറന്നിറങ്ങണമേ ലോലമാമൻ മനസ്സിനുള്ളിൽ ശക്തിയേകൂ ശ്ലമ നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം അവരിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇളിന് കഴിഞ്ഞില്ല. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല.
അവൻ സുജനത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരികാഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. കർത്താവായ മിശിഹായേ, വചനമായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം, മഹത്വപ്പെടുത്താം. ലോകം വചനമായ ദൈവത്തെ അറിഞ്ഞില്ല. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള വരം കർത്താവ് നൽകുന്നു. ഈ കലോത്സവത്തിൽ വരുന്ന എല്ലാവർക്കും ഈശോയെ സ്വീകരിക്കാനായിട്ട് വലിയ കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്രമീകരണങ്ങളും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് മാത്രം എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുന്നു. വചനം ആഘോഷിക്കപ്പെടുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന പരിശുദ്ധാത്മാവാണ്. വചനം സന്നിഹിതമാകുന്നിടത്ത് പരിശുദ്ധാത്മാവ് സന്നിഹിതനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഒറ്റ ഹൃദയമായിട്ട് കൂട്ടിയോജിപ്പിക്കുവാനായിട്ട്, വചനത്തിലേക്ക് നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി വചനം സ്വീകരിച്ച് നമ്മുടെ പ്രതിയായ പരിശുദ്ധാത്മാവിനെ അമ്മയുടെ കരുണയുടെ പ്രഭാതത്തിലേക്ക് കലോത്സവം സമർപ്പിക്കുന്നു. ഈ നിമിഷം മുതൽ കലോത്സവം കഴിയുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അനായുണ്ടായിരുന്നതുപോലെ ഈശോ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരാൾ ഭാഗ്യം വരുന്ന പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്ന് പറയുമേ. സൃഷ്ടി കർത്താവിനോട് കൂടെ ശരീരം അനുഗ്രഹിക്കപ്പെടുന്നു. നിരന്തരമായ ഈശോ ഉണ്ടാകുന്നു. സുവിഷ്ണായ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വേണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ ബൈബിൾ കലോത്സവത്തിൻ്റെ മേല് ഇവിടെയുള്ള എല്ലാവരുടെയും മേല് നമുക്ക് ആശ്രയം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കണമേ, പവിത്രീകരിക്കണമേ, നമ്മളെ സംപ്രീതിയോടെ വസിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആശ്രയം വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും റൂഹാദി സംസർഗവും കന്യാമറിയത്തിന്റെയും മാറിയ പിതാവിന്റെയും സകലശ്രമാത്സനിക്കായേൽ എബ്രിയർ റപ്പായലൂറിയ മുഖ്യദൂതന്മാര് നവൃന്ദം മലാഹന്മാര് പ്രവയന്മാര് സഭ്യന്മാരുടെ സർവസ്വനെയും മാതൃ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. In the beginning was the Word, and the Word was with God, and the Word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അഭിവന്ദ്യ പിതാവേ, മറ്റു വൈദികരെ, വിശിഷ്ട വ്യക്തികളെ,
ഏറ്റവും സ്നേഹം നിറഞ്ഞ എപ്പാർക്കിയൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ശക്തവും വ്യക്തവുമായി പോരാടാൻ, തിരുസഭയിൽ ഒന്നാകാൻ, തിരുസഭയിൽ ഒന്നായി വളരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹത്തോടെ ഓരോ കുടുംബാംഗങ്ങളെയും എൻ്റെ പ്രിയ കൂട്ടുകാരെയും we welcome you once again to this beautiful occasion, Bible Kalolsavam 2024. There will be 64 competitions of 22 items spanning 7 age categories, which will be conducted between 12 stages, which we have to fit into just 10 hours. For all these competitions, we have 562 solo participants, 155 group items, giving up 2,112 participants from all the 12 regions of our eparchy. This year is perhaps more competitive than usual. In previous years, those who achieved first and second at the regional level have come through to the nationals. This year, however, only those who have got first at the regional levels have come through. You have excelled in all your missions and then your regions, and now you, the hundreds of talented contestants of our eparchy, are ready to showcase your talents and spread the good news of our faith throughout various arts and literary forms. Your enthusiasm, dear contestants, has made you travel hundreds of miles to be here today. We have the father of our eparchy, our dear Bishop Mar Joseph Srambikil, as well as our reverend priests and sisters present here to mark this historic event of our eparchy. We are truly blessed to host this inaugural ceremony, which is the coming together of our Syro-Malabar family in Great Britain. Now we invite Mr. Lalichan George for the health and safety announcement. Important health and safety announcements. Please note, health and safety is a shared responsibility of all. As responsible people, we must ensure our own safety and that of those around us. Safety is our priority. First aid providers will be available throughout the event, with the facilities accessible at the help desk. Health and safety coordinators with the lanyards will be stationed at the help desk and other designated areas as advised. Food allergies. If you have food allergies, please inform your regional mission coordinators in advance or at the food counter. Please ensure you bring along any necessary medications, example inhalers and pen etc. Please note that the consumption of food is not allowed inside the halls and it must be consumed in the designated area only to avoid risk of spillage, burns, spills, holes etc. Children, please, parents are fully responsible for their children throughout the event and children must always be accompanied. Overcrowding. Keep all entrance and exit areas always clear and ensure the fire doors are kept closed. Corridors and doorways must kept free of obstructions. Follow the one-way system for entry and exit, please. Avoid lingering and entrances for activities like photography and maintain orderly queues at washrooms and dining areas, especially during lunchtime. Please follow the instructions of the doorkeepers to the halls to avoid overcrowding in the hall. Parking. Please follow the parking rules and guidelines while parking and leaving the parking area and ensure that you strictly follow traffic wardens' instructions
and maintain the safe speed limits. Please make sure that your vehicles are parked safely within the parking bays and also without blocking entrance, exit, access to buildings, emergency doors. Extra care should be taken when reversing the cars, especially while driving around the blind spots. The event coordinators are not responsible for valuables left in your vehicle. People with special needs, please note that support and assistance will be available for people with special needs. Kindly contact the volunteers. Medical assistance. If in case anyone develops any kind of medical emergencies, please report immediately to a volunteer. Disposal of waste. Please use the appropriate bins provided for the safe disposal of any waste materials. Smoking. Venue and premises are smoke-free zones. Hence, smoking is strictly prohibited. Report health and safety concerns immediately. Please report any inappropriate behavior or incidents or accidents to the health and safety coordinator or to the event coordinators without any delay. Fire assembly points. There is no fire drill or fire alarm testing is planned for the day. In case the fire alarm goes off, please evacuate yourselves and gather at the fire assembly point, which is at the main car park area. Please follow the instructions of the volunteers and health and safety coordinators. If you need any other support or information, please contact the help desk. Thank you for listening and hoping that all of us together we can make this event safe for everyone, and all the very best for the contestants, and wish you an enjoyable and a nice day to you all. Thank you. Thank you, Mr. Lalichan Josh. Now we invite the joint coordinator of this Bible Kalolsavam, Mr. Jimmichan George, to welcome us formally to this Kalolsavam. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്ലാമിക്കൽ പിതാവേ, രൂപത ഫ്രോട്ടോസ് ആഞ്ചലൂസ് ആന്റണി ചുണ്ടലിക്കാട്ടച്ച, രൂപത പാസ്റ്റർ കോർഡിനേറ്റർ ടോം ഓലിക്കരോട്ടച്ച, ചാൻസലർ പിണക്കാട്ടച്ച, ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ചെയർമാൻ ജോർജ് എട്ടുപറയിലച്ച, ഞങ്ങളുടെ വികാരിയച്ഛൻ ജോസഫ് പിണക്കാട്ടച്ച, ബൈബിൾ കലോത്സവത്തിൻ്റെ സഹ കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ കോർഡിനേറ്റർ ആന്റണി ചേട്ട, അപ്പോസ്റ്റലേറ്റ് കമ്മീഷൻ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ നസ്രത്ത് എന്ന് ഞങ്ങൾ സ്വയം വിശേഷിപ്പിക്കുന്ന സ്കന്ദോർപ്പിലേക്ക് 7ാമത് രൂപത ബൈബിൾ കലോത്സവം വീണ്ടും എത്തുമ്പോൾ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരമായി ഞങ്ങൾ കാണുകയാണ്. ഓരോ കലോത്സവ വേദികളിലും വചനമായി അവതരിച്ച ദൈവം വീണ്ടും പിറക്കുമ്പോൾ വലിയൊരു വിശ്വാസ പ്രഘോഷണത്തിന് വേദിയാവുകയാണ് സ്കന്ദോപ്പിന്ന്. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത മുഴുവൻ ഒത്തുചേരുന്ന ഒരു കുടുംബ സമ്മേളനമാണ് നമ്മുടെ ഓരോ രൂപത കലോത്സവവും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാലന്തുകളെ കണ്ടെത്തുന്നതിനും അവ ദൈവമഹത്വത്തിനായി ഉപകരിക്കുന്നതിനും ഓരോ സ്റ്റേജുകളും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കലോത്സവ വേദികളിലും നമ്മുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അഭിമന്യ പിതാവേ, പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളുടെ പ്രചോദനമായി എപ്പോഴും ഞങ്ങളോടുകൂടെ നമ്മളോടൊപ്പമായിരിക്കുന്ന പിതാവേ, നമ്മുടെ വലിയ പിതാവ് പാസ്റ്റർ സെൻട്രൽ ഇനാഗുറേഷന് പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്ന യൗസേപ്പ് മെത്രാൻ, പിതാവിൻ്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്നതിനായി നമുക്കറിയാം പല കമ്മീഷനുകൾ നമ്മുടെ രൂപതയിലുണ്ട്. അതിലൊരു കമ്മീഷനാണ് ബൈബിൾ അപ്പോസ്റ്റലേറ്റ്. ബൈബിൾ അപ്പോസ്റ്റലേറ്റാണ് നമുക്ക് ഈ കലോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വിവിധ കമ്മീഷനുകളിലൂടെയാണ് പിതാവിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നത്. പിതാവിൻ്റെ ഈ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. പിതാവേ, അഭിമന്യ പിതാവേ, നമ്മുടെ കലോത്സവത്തിന് ബൈബിൾ അപ്പോസ്റ്റലേറ്റിന് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നതിനോടൊപ്പം
പിതാവിനെ ഈ കലോത്സവ വേദിയിലേക്ക്, ഞങ്ങളുടെ രൂപതയുടെ അധ്യക്ഷനായ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ രൂപതയുടെ മുഖ്യ വികാരി ജനറൽ അച്ഛൻ, ഞങ്ങൾക്ക് അഭിമാനമാണ് പറയാൻ, ഞങ്ങളുടെ മുൻ വികാരിയച്ഛനോട് കൂടിയായിരുന്നു. സ്കന്ദോപ്പിൻ്റെ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിന് അച്ഛൻ ഒത്തിരിയേറെ പങ്ക് വഹിച്ചിരുന്നതാണ്. അപ്പം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആന്റണി ചുണ്ടലിക്കാട്ടച്ഛനെ ഔപചാരികതയോടൊപ്പം ഏറ്റവും സ്നേഹത്തോടെയും അച്ഛനെ ഈ കലോത്സവ വേദിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്കറിയാം, പിതാവിനോട് ഒത്തൊരുന്ന് ചേർന്ന് നടക്കുന്ന രൂപതയുടെ പാസ്റ്ററൽ കോർഡിനേറ്റർ, എല്ലാ കമ്മീഷനെയും നിയന്ത്രിക്കുന്ന, എല്ലാ കമ്മീഷൻ്റെയും ചെയർമാനായിട്ടുള്ള നമ്മുടെ ടോം ഓലിക്കരോട്ടച്ചൻ രൂപതയുടെ ഒരു പുതിയ ശക്തമായ മുഖമാണ്. ഓലിക്കരോട്ടച്ചനെ പാസ്റ്റർ കോർഡിനേറ്ററും ഒപ്പം പിതാവിൻ്റെ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഓലിക്കരോട്ടച്ചനെ, ടോം ഓലിക്കരോട്ടച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ രൂപതയുടെ ചാൻസലർ അച്ഛനാണ്, നമ്മുടെ പിണക്കാട്ടച്ചൻ വേദിയിലുണ്ട്. പിണക്കാട്ടച്ചനെ കാണുമ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. ഏറ്റവും സ്നേഹത്തോടെ പിണക്കാട്ടച്ചനെ ഈ കലോത്സവ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിണക്കാട്ടൻ ചിരിക്കുന്ന മുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോ അച്ഛനെ ഒട്ടും മറക്കാൻ പറ്റത്തില്ല. ജോ അച്ഛൻ അതിനേക്കാളും കൂടുതൽ ചിരിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചിരിയുടെ പ്രതീകമായി ജോ അച്ഛനെയും ഒപ്പം നമ്മുടെ ഫാൻസ് അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ കമ്മീഷൻ്റെ ചെയർമാനായ എട്ടുപറയച്ചനുണ്ട്. എട്ടുപറയച്ചനാണ് ഞങ്ങളുടെ കമ്മീഷൻ്റെ നെടുന്തൂണ്. നമുക്കറിയാം, ഓരോ കലോത്സവവും നടത്തുന്നതിന് അതിൻ്റെ പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടുകളുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോർജ് എട്ടുപറയച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ കലോത്സവത്തിന് ജോയിൻറ്റ് കോർഡിനേറ്റേഴ്സായിട്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം തൊട്ട് നമുക്ക് 3 ജോയിൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ജോൺ പുളിന്താനത്തച്ഛന്, അതുപോലെ തന്നെ ഞങ്ങളുടെ വികാരിയച്ഛൻ ജോസഫ് പിണക്കാട്ടത്തിന്, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള വർഗീസ് കൊച്ചുപുരയ്ക്കലച്ഛന്, ഈ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബൈബിൾ അപ്പസ്റ്റലേറ്റിൻ്റെ കോർഡിനേറ്റർ ആൻ്റണി മാത്യു ആണ് നമ്മുടെ കലോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഒപ്പം നമ്മുടെ ബൈബിൾ അപ്പസ്റ്റലേറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ ആൻ്റണി ചേട്ടനെയും ഒപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രൂപതയുടെ ഓരോ റീജിയനിൽ നിന്ന് 2 മെമ്പേഴ്സ് അടങ്ങുന്ന 24 അംഗ കമ്മിറ്റിയാണ് നമ്മുടെ ബൈബിൾ അപ്പസ്റ്റലേറ്റിൻ്റെ കമ്മീഷനുള്ളത്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് ഇവിടെ മത്സരിക്കാൻ അതുപോലെ തന്നെ മറ്റ് വൈദികർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ റീജിയണൽ കോർഡിനേറ്റേഴ്സായ വൈദികരുണ്ട്, ബൈബിൾ കലോത്സവത്തിൻ്റെ കോർഡിനേറ്റേഴ്സായ വൈദികരുണ്ട്, ഇടവക വികാരിയച്ഛന്മാരുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കലോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇനി നിങ്ങൾ നിങ്ങളാണ് ഈ കലോത്സവത്തിൻ്റെ വിജയശില്പികൾ. നമുക്കറിയാം, ഒത്തിരിയേറെ മത്സരങ്ങൾ കഴിഞ്ഞ് എത്തിയവരാണ് ഇവരെ. യൂണിറ്റ് തലത്തിലും റീജിയണൽ തലത്തിലും ഇപ്പം ശേഷം നമ്മുടെ രൂപതാ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഒപ്പം നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്കന്ദോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്കൊട്ടും മറക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വോളണ്ടിയേഴ്സ്. നമുക്കറിയാം, ഒരു ശക്തമായ ഒരു കൂട്ടായ്മ സ്കന്ദോപ്പിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ കലോത്സവത്തിന് വീണ്ടും ഞങ്ങൾക്ക് സ്കന്ദോപ്പിന് വേദിയാകാൻ സാധിച്ചത്. എന്തു പറഞ്ഞാലും തയ്യാറായി നിൽക്കുന്ന, സുവിശേഷം പ്രസംഗിക്കാൻ തയ്യാറാകുന്ന, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറായ ഒരു സമൂഹം സ്കന്ദോർപ്പിലുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് 2ാം തവണയും ബൈബിൾ കലോത്സവം ഇന്ന് ഈ സ്കന്ദോപ്പിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുവാനുള്ള കാരണം. ഏറ്റവും സ്നേഹത്തോടെ സ്കന്ദോപ്പിലെ വോളണ്ടിയേഴ്സിനെയും ഒപ്പം രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. ഇനി സ്കന്ദോപ്പിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടി. നിങ്ങൾക്ക് വേണ്ട, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, മാനുഷികമായ രീതിയിൽ ചെയ്യാനുള്ളത്. ഇനി ഞങ്ങൾ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്.
രാവിലത്തെ വിശുദ്ധ കുർബാനയിൽ എട്ടുപറേഷൻ പറഞ്ഞതുപോലെ തന്നെ 7 മണിക്കത്തെ വിശുദ്ധ കുർബാനയിൽ എട്ടുപറേഷൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ കലോത്സവം മുൻപോട്ട് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഈ കലോത്സവം മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വോളണ്ടിയേഴ്സിനോട് ചോദിക്കാം. അതുപോലെ തന്നെ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, നമ്മുടെ മെയിൻ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. യാതൊരു കുറവുകളും നിങ്ങൾക്ക് വരില്ല. നിങ്ങളെ സുരക്ഷിതമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കലോത്സവത്തിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വരാനുള്ള പ്രചോദനം നിങ്ങൾക്ക് സ്കന്തോപ്പിൽ നിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു. സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ജിമിസൺ ചേട്ടാ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ് ആൻഡ് ദ വാം വെൽക്കം. Now, we cordially invite the Protosyncellus of our eparchy, Reverend Dr. Anthony Chundalikata, to deliver the introductory speech. Your Excellency, Mar Joseph Srambigil Pnave, the Pastoral Coordinator, dear Tomacha, dear Pranagaracha, the Chair of the Bible Commission, Ittavarailacha, Joseph Pranagaracha, the judges, dear friends, priests, parents, contestants. It's a time of appreciation. Better to say all the best wishes and the hard work behind this extravagance of eparchial Kalolsavam. I just want to say our faith has 3 dimensions. The first one is it should be believed. Second one, it should be professed. And the third one is it should be celebrated. We are here to celebrate our faith from the context of Syro-Malabar culture. Better to say, it's a time to manifest the talents, efficiencies, because it's in a time of very friendly nature. I wouldn't say that we all will receive the merits, but all are called to place their own excellence. That is to say, we are here for 3 matters. The first one is we are here to develop our emotional growth. And the second one is the spiritual nourishment. And the third one is the cultural development. Through our presence, we are developing the culture, the spiritual and the emotional maturity. I wish you all the best. And especially, I congratulate, take a moment to appreciate all the work that the Skandor community or Saint Ephraim Mission is doing. May God bless you in abundance. Amen. Thank you, dear Father Anthony Chundalikata. Now, the hosting mission welcomes us with a dance by the Sunday school children of St. Ephraim Proposed Mission, Scunthorpe. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു.
യേശുനാഥ നിന്നെ കണ്ടു മഴയിലും വെയിലിലും കണ്ടു ഇരവിലും പകലിലും കണ്ടു നാഥ നിന്നെ ഞാൻ കണ്ടു We have the presidential address given to us by our eparchy's pastoral coordinator and bishop's secretary, Reverend Dr. Tom Syriac Olikarota. അഭിയന്ത പിതാവേ, സ്നേഹാദരണരായ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഇന്ന് സ്കന്തോർപ്പിൽ കലയുടെ ഒരു സർഗ വസന്തത്തിന് കാത്തിരിക്കുകയാണ്. ONV കുറുപ്പിൻ്റെ ഇങ്ങനെ ഒരു 4 വരി കവിതയുണ്ട്. പാട്ടുകൾ കൊണ്ടും പറക്കൽ കൊണ്ടും ഞാൻ ഇവിടെയുണ്ടെന്ന് കിളി പറഞ്ഞു, വർണ്ണങ്ങൾ കൊണ്ടും സൗരഭ്യം കൊണ്ടും ഞാൻ ഇവിടെയുണ്ടെന്ന് പൂ പറഞ്ഞു, പാരിനെ മൂടുന്ന പൂനിലാവാൽ ഞാൻ ഇവിടെയുണ്ടെന്ന് പൂർണ്ണചന്ദ്രൻ, ഒരു നനുത്ത കാറ്റിനെ ദൂതുവിട്ട് ഞാൻ ഇവിടെയുണ്ടെന്ന് മുകിൽ പറഞ്ഞു. നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ കലാപ്രതിഭകൾ പ്രസംഗം കൊണ്ടും പാട്ടുകൊണ്ടും നാട്യം കൊണ്ടും നടനം കൊണ്ടും തങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്ന ഏറ്റവും സുന്ദരമായ ദിവസമാണ്. ആശംസകൾ, അനുമോദനങ്ങൾ. ഇതൊരു ക്രൈസ്തവ കലയുടെ ആവിഷ്കാരമായതുകൊണ്ട് സ്നേഹിതരെ, ഏറ്റവും ക്രിസ്തീയമായ രൂപയിൽ നമുക്ക് ഈ മത്സരങ്ങളെ നേരിടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിജയത്തെ മാത്രമല്ല, ചില സമയങ്ങളിൽ പരാജയങ്ങളെയും അതേ ആനന്ദത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. എട്ടുപറയിലച്ചൻ ഇത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. നമ്മൾ സങ്കീർത്തനത്തിൽ പറയും, കാസ്റ്റ് യുവർ കെയർ അപ്പോൺ ദ ലോർഡ് ആൻഡ് ഹി വിൽ സസ്റ്റൈൻ യു. ദൈവം ഈ ദിവസത്തെ ഏറ്റെടുക്കട്ടെ, എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഹൃദയപൂർവമായ ആശംസകളും ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. The lamp lighting ceremony represents us receiving and spreading the light of Christ, who is the light of the world. For this ceremony, we first invite our dearly beloved Bishop, His Excellency Mar Joseph Srambikar. We invite our Protosyncellus, Reverend Dr. Anthony Chundalikata, our pastoral coordinator, Reverend Dr. Tom Olikarota, and our Chancellor, Reverend Dr. Matthew Pinakata. Now we invite the Chairman of the Bible Apostolate, Reverend Father George Etuparail, and the Joint Directors of this Bible Kalolsavam, Reverend Father Joseph Pinakat, Reverend Father John Pulintanath, and Reverend Father Varghese Kochupurakal, and the Presbyterian Secretarial, Reverend Father Jose Anjanikal. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ബൈബിൾ കലോത്സവം. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ബൈബിൾ കലോത്സവം. ഒരു മനമാ അണിചേരാ ആഘോഷിക്കാം.
തിരുവചനത്തിരി തെളിയുകയാ, കലയുടെ വേദികളുണരുകയാ, സകല കലാകൃപ ചൊരിയും നാഥന് മുതമോട് പാടാം സ്തുതിഗീതം. തിരുവചനത്തിരി തെളിയുകയാ, കലയുടെ വേദികളുണരുകയാ, സകല കലാകൃപ ചൊരിയും നാഥനു മുതമോട് പാടാം സ്തുതിഗീതം. ഗ്രേറ്റ് ബ്രിട്ടൻ, സീറോ മലബാർ രൂപത മക്കളണയുകയാ, താലന്തുകളായി കഴിവുകളരുളിയ സൃഷ്ടിതാവിന് സ്തുതി പാടാം. ഗ്രേറ്റ് ബ്രിട്ടൻ, സീറോ മലബാർ രൂപത മക്കളണയുകയാ, താലന്തുകളായി കഴിവുകളരുളിയ സൃഷ്ടിതാവിനു സ്തുതി പാടാം. കലയുടെ സുന്ദര സുരവർണ്ണങ്ങളിൽ തെളിവതു ദൈവിക സൗന്ദര്യം. കലയുടെ സുന്ദര സുരവർണ്ണങ്ങളിൽ തെളിവതു ദൈവിക സൗന്ദര്യം. ദൈവപിതാവിനുപരി മഹത്വം പകരാൻ കലകൾ തുണയാകും. ദൈവപിതാവിനുപരി മഹത്വം പകരാൻ കലകൾ തുണയാകും. We cordially invite the shepherd and father of our party, His Excellency Mark Joseph Srambigil, to deliver the inaugural address. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സ്വാധിപതിയിലെ നമ്മളെല്ലാവരും ഈ സന്തോർപ്പിൽ വന്നതിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കവിയായ ശുദ്ധനായിട്ടുള്ള മാറപ്രേമിൻ്റെ നാമത്തിലുള്ള മിഷനാണ് നമ്മുടെ ബൈബിൾ കലോത്സവം ഹോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും. കഴിഞ്ഞ വർഷം നമ്മൾ ആരാധക മത്സരത്തിനായി സമർപ്പിച്ച വർഷമാണ്. ഈ വർഷം ദൈവശാസ്ത്രത്തിനായിട്ട് സമർപ്പിച്ച വർഷമാണ്. ഇതിലൂടെ നമ്മൾ മാറപ്രേമിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ മാറപ്രേമിന് തിരുസഭയിലുള്ള ലോകത്തുള്ള സ്ഥാനം എല്ലാവരും മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാറപ്രേം മിഷനിലെ എല്ലാവരെയും, പ്രത്യേകിച്ച് ജോസഫ് പടക്കാടച്ചനെയും ഇവിടെയുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ദൈവസമർത്ഥമായി അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലീഡ്സ് റീജിയനെയും കോർഡിനേറ്ററായിട്ടുള്ള ജോജോച്ചനെയും എല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് കമ്മീഷനെ പ്രത്യേകമായിട്ട് നമ്മുടെ ജോർജ് എട്ടുപ്രേസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അംഗങ്ങളുടെ 365 ദിവസത്തെയും കഠിനാധ്വാനമാണ് നമ്മളിവിടെ ഒരു ദിവസം കാണുന്നത്. നമുക്കൊരു കയ്യടിയോടുകൂടി അവരെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ടോമസിനെയും, അതുപോലെ തന്നെ പോട്ടോസ് ഇഞ്ചലൂസ് ആയിട്ടുള്ള ആനണേശിനെയും, ഗുരിയ മെമ്പേഴ്സ് ആയിട്ടുള്ള മധ്യ പടക്കാടച്ചനെയും, ജോമുലശ്ശേരിച്ചനെയും, ഫാൻസ്വ പത്തിലച്ചനെയും, എത്തിയിരിക്കുന്ന വൈദികരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ബൈബിൾ കലോത്സവം എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ യുവതിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഇടവക മിഷൻ പ്രപ്പോസ് തലത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ ആഘോഷങ്ങൾ റീജിയണൽ തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നമുക്ക് അളക്കാൻ പറ്റാത്ത വലിയ ആഘോഷമായിട്ട് മാറുന്നു. ഇന്ന് ഈ 2024 നവംബർ 16-ാം തീയതി നമ്മൾ ഈ സന്തോർപ്പിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് പള്ളിക്കുദാശ കാലത്താണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ ബൈബിൾ കലോത്സവം രൂപതാന്തരത്തിൽ നടക്കുന്നത് പള്ളിക്കുദാശ കാലത്താണ്. നമുക്കറിയാം, അത് മണവാളിൻ്റെയും മണവാട്ടിയുടെയും ആഘോഷമാണ്. മണവാളിൻ്റെയും മണവാട്ടിയുടെയും ആഘോഷത്തിലുള്ള പങ്കുചേരലാണ് നമ്മുടെ ഓരോ വർഷത്തെയും ബൈബിൾ കലോത്സവം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 29-ാം തീയതി
നമ്മളായിരിക്കുന്ന രാജ്യത്തെ പാർലമെൻറ്റ് ഒരു അസിസ്റ്റഡ് സൂയിസൈഡ് ബിൽ പാസ്സാക്കുകയാണ്. അതൊരു മരണ സംസ്കാരത്തിൻ്റെ അടയാളമാണ്. മരിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന, അനുവദിക്കുന്ന, സഹായിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ രൂപതയുടെ സ്ഥാനവും പ്രാധാന്യവും. നമ്മൾ രൂപത ചെയ്യുന്ന ഓരോ കാര്യവും അത് ജീവൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുവാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള, തിരുവചനം അടിസ്ഥാനമായിട്ടുള്ള, റുഹ നയിക്കുന്ന, റുഹ രൂപപ്പെടുത്തുന്ന ഒരു സംസ്കാരം, അത് ഇവിടെ നമ്മുടെ ഈ ആഘോഷങ്ങളിലൂടെയെല്ലാം പ്രകടമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രൂപതയിലെ കഴിവുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഇടവക ബിഷപ്പ് പ്രപ്പോസ് തലത്തിൽ, അതുപോലെ തന്നെ റീജിയണൽ തലത്തിലൊക്കെ കഴിവുകൾ തെളിയിച്ചവർ, അങ്ങനെ വളരെയേറെ ടാലൻസ് ഉള്ളവർ, ഈ ടാലൻസൊക്കെ കുഴിച്ചു മൂടാത്തവർ, ലഭിച്ച ടാലൻസ് 10 മടങ്ങായിട്ട് 100 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവിടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മ്യൂസിക് ബ്രിങ്സ് അസ് പീസ് ആൻഡ് ജോയ്. സംഗീതവും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളുമെല്ലാം സന്തോഷവും സമാധാനവും ഇവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആഘോഷങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ മണവാട്ടിയുടെ ആഘോഷമാണ്. മണവാളൻ്റെ ആ സമർപ്പണത്തിനുള്ള, മണവാളൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തിനുള്ള, മണവാളൻ മരിച്ചതിനുള്ള ആ നന്ദിയോടുകൂടിയുള്ള വലിയ ആഘോഷമാണ് നമ്മൾ നടത്തുന്നത്. ആഘോഷത്തിൽ സന്തോഷം ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം സന്തോഷം ഈശോ തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു പേരുണ്ട്, ഒരു മുഖമുണ്ട്, അത് നസ്രായനായ ഈശോയാണ്. അപ്പോൾ മ്യൂസിക് ബ്രിങ്സ് അസ് പീസ് ആൻഡ് ജോയ് എന്ന് പറയുമ്പോൾ ആ സംഗീതം റൂഹായുടെ തന്നെ ഒരു സിനോനിം ആവുകയാണ്. ഓൾവേസ് ആൻഡ് ഓൺലി ആക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു കൺഫെക്റ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. മിശിഹായുടെ ശരീരത്തെ രൂപപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ ഒറ്റ ശരീരമാക്കി രൂപപ്പെടുത്തുക. പ്രത്യേകിച്ചും ഈ സ്കന്ദോർപ്പിലും രൂപത മുഴുവനിലും ആ ഒരു വൺ ബോഡി, വൺ സ്പിരിറ്റ് രൂപപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ, തിരുവചനത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ഈ കാറ്റക്കേസിസ് എന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ച് കേൾക്കുന്ന കാര്യമാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പറയുന്ന കാര്യമല്ല, എപ്പോഴും നമ്മൾ ഒരേ കാര്യം തന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് കാറ്റക്കേസിസ്. ഇതൊരു കാറ്റക്കേറ്റിക്കലായിട്ടുള്ള ഒരു സെലിബ്രേഷനും കൂടിയാണെന്നുള്ള കാര്യം, എവാഞ്ചലൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലോർക്കാം. ജെറോം പറഞ്ഞ കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. വിശുദ്ധനായ ജെറോം, ഇഗ്നറൻസ് ഓഫ് സേക്രഡ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ 2022 പാപ്പ പറഞ്ഞ കാര്യം, ദ സേക്രഡ് സ്ക്രിപ്ചർ സ്പീക്സ് ഓൺലി ഓൺ ജീസസ്. സേക്രഡ് സ്ക്രിപ്ചർ, വിശുദ്ധ ഗ്രന്ഥം ഈശോയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അതിൻ്റെ അടിസ്ഥാനം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞ കാര്യമാണ്. നിയമഗ്രന്ഥത്തിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഈശോയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഈശോയ്ക്കുള്ള വലിയ ആരാധന, ഈശോയ്ക്കുള്ള വലിയ കൃതജ്ഞത, സ്തുതി, മഹത്വം, അതാണ് നമ്മുടെ രൂപതയുടെ ബൈബിൾ കലോത്സവം എന്നിവിടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കലോത്സവത്തിന് വേണ്ടി ചെറുവിരൽ അനക്കുന്ന, ഇല്ലെങ്കിൽ 2 തുട്ടുകളെങ്കിലും ചെലവഴിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ കലോത്സവം ഇവിടെ നിലനിൽക്കണം. ഇതിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയേറെ ത്യാഗമുണ്ട്, വളരെയേറെ കഷ്ടപ്പാടുകളുണ്ട്, വളരെയേറെ ചെലവുകളുണ്ട്. പക്ഷേ ഒരു പദാധ്യക്ഷ നിലയിൽ എൻ്റെ വലിയ സ്വപ്നമാണ്, ജിമിഷൻ പറഞ്ഞതുപോലെ എൻ്റെ സ്വപ്നമാണ് ഈ ബൈബിൾ കലോത്സവം ഇവിടെ എല്ലാ വർഷവും ഉണ്ടാകണം. അതിനുവേണ്ടി എന്തും മുടക്കാനായിട്ട് രൂപത തയ്യാറാകും എന്നും കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബൈബിൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പ്രസ്താവിക്കുന്നു. താങ്ക് യു സോ മച്ച് പിതാവേ. സോ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എമ്മൗസിലേക്ക് പോയ ആ ഒരു ക്രിസ്തു
സോ ദ യൂത്ത് ഡസൻ നീഡ്സ് എനി കമ്പാരിസൺ. ഒരു അക്കമ്പാനിമെൻ്റ് ആണ് വേണ്ടത്, ചേർത്ത് പിടിക്കുന്നത്. സോ നമ്മുടെ ഈ തിരുസഭയും അങ്ങനെയാണ്. തിരുസഭ എൻ്റെ അഭിമാനമാണ്, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റേതാണെന്ന് ചങ്കുറപ്പോടെ പറയുന്ന ഒരു യുവത്വവും ഒരു കുടുംബവുമാണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ ഈ കലോത്സവവും അതിനൊരു വേദിയാവട്ടെ, തുടക്കമാകട്ടെ, ചേർന്ന് പിടിക്കലാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് പിതാവേ. Now, our bishop will be inaugurating the Bible Kalotsam raffle by taking the first raffle ticket. ഇതാണ് എൻ്റെ ടീം. റാഫിൾ ടിക്കറ്റ് നിങ്ങൾ എടുക്കാൻ വേണ്ടി എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പിതാവ് ഇപ്പോൾ ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. Now we will have the presentation of housekeeping announcement by Miss Anita Philip. Hello everyone. I know we are really running late by about 7 minutes, so I'll be really sweet here. But it's really important that you are aware of the housekeeping rules. So kindly bear with me. Most of you who've been here last year would have known most of it, but here it is. The venue needs to be handed in its present condition. So please keep the place tidy. We are ambassadors of the Malayali community, the Indian community, and Christ. Children, please police each other, and please do not put any chicken legs in the toilet or stuff the toilet with toilet rolls. Please only enter where it is marked. Do not push past against any sealed doors. If you do, the CCTV will pick it up, and you will be charged the rent. Do not litter and use the bins wherever possible. Video and photography is only allowed for your own kids and your own friends. As per the GDPR rules, you're not allowed to take other pictures. Please refrain from entering small stages, as the classrooms are only designated for those performances and it can be very distracting. Please follow the instructions of the stage coordinators. Unfortunately, at the last minute, we had to swap stage 2 and 3 due to health and safety requirements. So kindly bear with us with the last minute confusions. Please visit our safeguarding and health and safety officer who's been in today, and they are available at the front desk. Please keep safe, and if you do have any minor injuries, we do offer first aid. Hopefully, no broken bones. The green room is allocated 2 per region and 1 for male participants. This is the most messy area of the Bible Kalotsam. Please be careful while applying colors and do not mess the walls or the floors. Just clean up after you leave. Children under 16 are still under parental supervision. Please keep them with you. We do not want any more children in our families. Hopefully, we'll have a lovely Kalotsam this year, like last year, and we'll enjoy and take home beautiful memories from today. Have a lovely day. Godspeed. Thank you. Thank you, Miss Anita Philip. Now, the time we have been waiting for has come. We wish you all the very best in your competitions. ഷാലോം അലേഹേം, അലേഹേം ഷാലോം. അപ്പോൾ സമാധാനം നിങ്ങളോട് കൂടെ, സമാധാനം നമ്മോട് കൂടെ. ഒരൊത്തൊരുമയുടെയും പങ്കുചേരലിന്റെയും ഒരു മത്സരമായി തീരട്ടെ, വീറും വാശിയുമല്ല. നമ്മുടെ ഈ രൂപതയുടെ തീം Romans chapter 1 verses 12, to support and encourage each other. Let's take this opportunity to grow in faith, to share in faith. Thank you. This is me and Rosoni signing off. Please go to the stages according to your competition timetables. Good luck. And this is Jeffrey Saju from Preston saying thank you.